സമ്പത്തിൻ്റെ സുവിശേഷം എന്ന സാമ്പത്തിക പഠന വിചിന്തന പരമ്പരയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നമ്മൾ സാമ്പത്തിക കാര്യങ്ങൾ പലതും വിശകലനം ചെയ്യുകയും ഒന്നിച്ച് പഠിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തെ സാമ്പത്തിക വീക്ഷണത്തിലൂടെ സമീപിക്കുവാനും ദൈവം നമുക്ക് ദാനമായി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഔദാര്യമായി നമുക്ക് നൽകുന്ന ഈ സമ്പത്തിനെ എങ്ങനെ മനോഹരമായി ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ പരിപാലിക്കാമെന്നും വളർത്താമെന്നും ചിന്തിക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന എപ്പിസോഡുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നൊരു ചിന്ത മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 44-ാം വാക്യമാണ്. ബൈബിളിൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സാമ്പത്തിക ചിന്തയാണിത്. നമുക്കെടുക്കാം മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 44-ാം വാക്യം. ഈ 6-ാം അധ്യായത്തിലെ അപ്പത്തിൻ്റെ ഈ അത്ഭുതത്തെക്കുറിച്ച് നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ അതിൻ്റെ വിവിധ പടവുകൾ ചിന്തിച്ചതാണ്. എപ്രകാരമാണ് കർത്താവ് അപ്പത്തെ വർദ്ധിപ്പിച്ച് ശിഷ്യന്മാരിലൂടെ ജനത്തിന് നൽകിയതെന്നും അതിൻ്റെ കോണ്ടെക്സ്റ്റും എല്ലാം നമ്മൾ വിശകലനം ചെയ്തതാണ്. ഇന്ന് നമ്മളതിൻ്റെ 44-ാം വാക്യം മാത്രമാണ് നമ്മുടെ ഈ വിചിന്തനത്തിന് നിദാനമാക്കുന്നത്. അതിപ്രകാരമാണ്: അവരെല്ലാവരും ഭക്ഷിച്ചു തൃപ്തരായി. ബാക്കി വന്ന അപ്പക്കഷ്ണങ്ങളും മീനും 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. ഒരു വസ്തുവും പാഴാക്കാനുള്ളതല്ല. ഒന്നും വെറുതെ ദുർരൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു നെഗറ്റീവായ രീതിയിൽ വലിച്ചെറിയരുത്. യൂസ് ആൻഡ് ത്രോ എന്നൊക്കെ പറയും. ഇന്നത്തെ കൾച്ചർ അങ്ങനെയാണ് അല്ലേ? ഉപയോഗിക്കുക പിന്നെ വലിച്ചെറിയുക. ഈശോ ശിഷ്യന്മാരെ കൊണ്ട് ബാക്കി വന്ന അപ്പക്കഷ്ണങ്ങളും മീനും മുഴുവൻ ശേഖരിച്ചു എന്നുള്ളതാണ്. ഞാനൊരു സാമ്പത്തിക ശാസ്ത്ര അധ്യാപികയാണ്. ഏതാണ്ട് 30 വർഷത്തോളം സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിച്ചു. സാമ്പത്തിക ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട അനേകം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അനേകം സാമ്പത്തിക ശാസ്ത്ര ലേഖനങ്ങൾ, കോളമിനിസ്റ്റാണ്. സാമ്പത്തിക ശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട ധാരാളം പ്രസംഗങ്ങൾ, പ്രഭാഷണങ്ങൾ ചെയ്യും. സാമ്പത്തിക ശാസ്ത്രത്തിൽ തന്നെ വളർന്നു വന്ന ആശയപരമായ വളർച്ച. പണ്ടൊക്കെ സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് എക്കണോമിക്സ് ദ സ്റ്റഡി ഓഫ് സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ് എന്നായിരുന്നു. സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് വിഭവങ്ങളുടെ ദൗർലഭ്യത്തെക്കുറിച്ച് കൂടി പഠിക്കുന്ന ശാസ്ത്രശാഖയാണ്. എന്നാൽ അതിൻ്റെ ക്രമാനുഗതമായ വളർച്ചയിൽ ഇന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇറ്റ് ഡീൽസ് വിത്ത് ദ അബണ്ടൻസ് ഓഫ് റിസോഴ്സസ്. വിഭവങ്ങളുടെ സമൃദ്ധിയെക്കുറിച്ചും നമ്മൾ പഠിക്കുകയാണ് അല്ലെങ്കിൽ വിശകലനം ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ചില വിഭവങ്ങളുടെ സമൃദ്ധി വരുമ്പോഴത്തേക്കും തന്നെ നമുക്കറിയാം, ചില വീടുകളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഉപയോഗിക്കപ്പെടാത്ത ചെരുപ്പുകൾ, ഉപയോഗിക്കാത്ത വസ്ത്രങ്ങൾ, ഉപയോഗിക്കാത്ത പാത്രങ്ങൾ, ദ അബണ്ടൻസ് ഓഫ് റിസോഴ്സസ്. ഇതിൻ്റെ ഒരു സമൃദ്ധി വരുമ്പോഴത്തേക്കും ഇത് എപ്രകാരം കൈകാര്യം ചെയ്യണമെന്ന് അറിയത്തില്ല. ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്, മിച്ചം വന്ന അപ്പക്കഷ്ണങ്ങളും മിച്ചം വന്ന മീനും ശേഖരിക്കാൻ ശിഷ്യന്മാരോട് പറയുന്നു. അവർ 12 കുട്ടയോളം ശേഖരിച്ചു. ഒന്നും പാഴാക്കരുത്, ഒരു വസ്തു. അതുകൊണ്ട് തന്നെ നമ്മുടെ വിഭവങ്ങളൊന്നും നമ്മൾ നശിപ്പിക്കാനുള്ളതല്ല എന്ന പാഠം പ്രകൃതി സംരക്ഷണവുമായിട്ടും അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ സയൻസ്, പ്രകൃതി ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടും നമ്മൾ ഒത്തിരിയധികം ചിന്തിക്കുന്നതും ഈ ഗ്ലോബൽ വാർമിങ്ങിൻ്റെയൊക്കെ ദൂരഫലങ്ങൾ അല്ലെ നമ്മളതിൻ്റെയൊക്കെ പ്രത്യാഘാതങ്ങൾ, നെഗറ്റീവ് പ്രത്യാഘാതങ്ങൾ നേരിടുകയും ചെയ്യുന്നവരിക്കുന്ന ജനതയാണ്. പല രോഗങ്ങളുടെയും പല പ്രശ്നങ്ങളുടെയും കാരണമായിട്ട് അന്തരീക്ഷ മലിനീകരണം, അത് വായു ആകാം, ജലമലിനീകരണമാകാം, സൗണ്ട് പൊല്യൂഷനാകാം, മറ്റു പലതും, അതിൻ്റെയൊക്കെ ദുരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ നേരിടുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തുകൊണ്ട് ഇപ്രകാരം സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഭവങ്ങളെ മാന്യമായി സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്ന്. എന്തൊക്കെയാണ് വിഭവങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ വിഭവങ്ങളെ 4ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് കോൾഡ് ലാൻഡ് എന്നാണ്, ഭൂമി എന്ന് പറയും. സാമ്പത്തിക ശാസ്ത്രത്തിൽ ഭൂമി എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന മണ്ണല്ല, മണ്ണ് മാത്രമല്ല. ഇറ്റ്സ് നോട്ട് ഓൺലി ദ സോയിൽ, മണ്ണ് മാത്രമല്ല. എവറിത്തിങ് ദാറ്റ് ഗോഡ് ഹസ് ഗിവൺ അസ് ഫ്രീ, ദാറ്റ് ഇസ് ലാൻഡ്. ദൈവം നമുക്ക് ഫ്രീ ആയിട്ട് തന്നിരിക്കുന്ന എല്ലാം. വായു ഫ്രീ ആണ്, സൂര്യപ്രകാശം ഫ്രീ ആയിട്ട് കിട്ടുക, നദികൾ, പുഴകൾ, കടൽ, കാട്, ദൈവം ഫ്രീ ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് അതിനൊന്നും വിലയില്ലേ.
ഓക്സിജൻ ഉപയോഗിച്ച് കിടന്നപ്പോഴത്തേക്ക് ഒരു സ്ത്രീ ഒരു കഥ വായിച്ച് ഞാൻ ഓർക്കുന്ന, ഒരു ICUവിൽ ഓക്സിജൻ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഓക്സിജൻ്റെ ബില്ല് വന്നപ്പോഴാണ്, ഞാൻ 4 ദിവസം ഓക്സിജൻ ഉപയോഗിച്ചിട്ട് ഇത്രയും ബില്ല്, ഞാൻ ഇത്രയും വർഷം ഓക്സിജൻ ഉപയോഗിച്ചിട്ട് ഞാനൊരു ബില്ലും കൊടുത്തില്ലല്ലോ എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് ആ സ്ത്രീ വന്നതെന്ന് എവിടെ വായിച്ചു ഓർക്കും. ദൈവം നമുക്ക് ദാനമായി തന്ന വിഭവങ്ങളുടെ ലാൻഡ്. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ഏദൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെ ആക്കി. ഈ ഭൂമിയിൽ മനുഷ്യനെ ആക്കിയത് ദൈവമാണെന്ന് പറയുന്നു. എന്തിനാണ് ഭൂമി കൊടുത്തത്, അല്ലെങ്കിൽ ഏദൻ തോട്ടം കൊടുത്തത്? കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും. നമുക്ക് ചിലപ്പോൾ കാരണവന്മാരായിട്ട് കിട്ടിയ ഇച്ചിരി ഭൂമി ഉണ്ടാകാം, നമ്മളായിട്ട് അധ്വാനിച്ച് മേടിച്ച ഭൂമി ഉണ്ടാകാം, ചുറ്റുപാടുകളിൽ തരിശായി കിടക്കുന്ന ആരും കൃഷി ചെയ്യാത്ത ഭൂമി ഉണ്ടാകാം. ഏദൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി. മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ദ പർപ്പസ് ഓഫ് ലൈഫ് ടു പ്രിസേർവ് ദിസ് വേൾഡ്. കണ്ടോ, എന്തിനാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്? ടു പ്രിസേർവ് ദിസ് വേൾഡ്. ഈ ലോകത്തെ സംരക്ഷിക്കാനാണ്, കാത്തു സൂക്ഷിക്കാനാണ്, അടുത്ത തലമുറയ്ക്ക് വേണ്ടി മനോഹരമായി കൈമാറ്റം ചെയ്യാനാണ്. അതാണ് ലാൻഡിൻ്റെ അർത്ഥം. രണ്ടാമത് ലേബറാണ്, തൊഴിൽ ശക്തി എന്ന് പറയും. എക്കണോമിക്സിൽ അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ ലേബർ എന്നുള്ള വാക്ക് തൊഴിലാളി എന്നുള്ള അർത്ഥത്തിലല്ല, തൊഴിൽ എന്നുള്ള അർത്ഥത്തിലാണ്. ലേബറർ, ലേബർ മീൻസ് ദ വർക്ക് ഡൺ ബൈ എ പേഴ്സൺ ഫോർ എ മോണിറ്ററി റിവാർഡ് എന്നാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. സാമ്പത്തികമായ ഒരു വരുമാനത്തിന് വേണ്ടി ഒരു മനുഷ്യൻ ചെലുത്തുന്ന തൊഴിലിനെയാണ് ലേബർ എന്ന് വിളിക്കുന്നത്. ഈ തൊഴിൽ ചെയ്യാനുള്ള ക്രയശേഷി, ദ മെറ്റീരിയൽ റിസോഴ്സ്, ദ ഹ്യൂമൻ റിസോഴ്സ് നൽകിയാണ് ദൈവം ഏതൊരു മനുഷ്യനെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത്, അല്ലേ? അതിനെയാണ് ഹ്യൂമൻ റിസോഴ്സ്. ഏറ്റവും കൂടുതൽ വിലയുള്ള ഒരു ഡിഗ്രി കോഴ്സാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. മനുഷ്യ വിഭവശേഷിയെ എങ്ങനെ കൈകാര്യം ചെയ്യണം, അവൻ്റെ മാനേജീരിയൽ, എക്സിക്യൂട്ടീവ്, അല്ലെ പല രീതിയിലുള്ള അവൻ്റെ കഴിവിനെ മാനേജ് ചെയ്യും. അപ്പം ലേബർ, അതേക്കുറിച്ച് സഭ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: സ്വന്തം ദാനങ്ങളും കഴിവുകളും പരിപോഷിപ്പിക്കുന്നതിനോടൊപ്പം ഭൂമിയിൽ അധ്വാനിക്കുകയും പ്രകൃതി ശക്തികളെ മെരിക്കുകയും കഠിന പ്രയത്നം കൊണ്ട് ഉപജീവിക്കുകയും ചെയ്യുന്ന ഒരു തൊഴിലാളിയായിട്ടാണ് മനുഷ്യനെ അവതരിപ്പിച്ചിരിക്കുന്നത്. കണ്ട, മാൻ ഈസ് ദ ലേബറർ. മനുഷ്യനെ ലോകത്തിൽ സഭ അവതരിപ്പിക്കുന്നത് ഒരു ലേബറർ എന്ന് വെച്ചാൽ തൊഴിൽ ചെയ്യുന്ന വ്യക്തി എങ്ങനെ പ്രകൃതി ശക്തിയെ മെരിക്കുകയും കഠിന പ്രയത്നം കൊണ്ട് ഉപജീവിക്കുകയും. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈശോയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടല്ലേ: ഐ ലൈക്ക് ദാറ്റ് കാർപ്പൻറ്റേഴ്സ് സൺ ഹു വർക്ക്ഡ് ഹാർഡ് ഇൻ ദ കാർപ്പൻറ്റേഴ്സ് ഷോപ്പ്. അധ്വാനിക്കുന്ന ഉണ്ണിയേശുവിനെ അവതരിപ്പിക്കുന്ന ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നുണ്ട്, അധ്വാനത്തിൻ്റെ ഫലം കൊണ്ട് ഉപജീവനം നടത്തുന്ന മനോഹാരിതയായിട്ടാണ്. എന്തിനാണ് ലേബർ എന്ന് ചോദിച്ചു കഴിഞ്ഞെന്നാൽ, അത് ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ സ്നേഹത്തിൻ്റെ സന്തോഷം എന്നുള്ള അപ്പസ്തോലിക പ്രബോധനത്തിൽ പറയുന്നു, അധ്വാനം സമൂഹത്തിൻ്റെ വികസനത്തിനെ സാധ്യമാക്കുകയും കുടുംബത്തിൻ്റെ ജീവസന്ധാരണം, സ്ഥിരത, ഫലപൂർണത എന്നിവയ്ക്ക് വേണ്ടി നൽകുകയും ചെയ്യും. അധ്വാനം, ദാറ്റ് മീൻസ് ലേബർ. നമ്മൾ രണ്ടാമത്തെ കാര്യം പഠിക്കുന്നത് സാമ്പത്തിക ശാസ്ത്രത്തിലെ വിഭവങ്ങളിലെ ഒന്നാമത്തെ ഭൂമിയാണെന്ന് ഞാൻ പറഞ്ഞു. 2 ലേബറാണ്. ഈ ലേബറിൻ്റെ പ്രോപ്പർ യൂട്ടിലൈസേഷൻ, അങ്ങനെ വരുമ്പോഴത്തേക്കും പ്രോപ്പറായിട്ട് ഉപയോഗിച്ച് കഴിയുമ്പോഴുള്ള ഗുണമെന്താ? അത് ജീവസന്ധാരണം എന്ന് പറഞ്ഞാൽ ജീവിതമാർഗമാകുന്നു, ഫലപൂർണത, ജീവിതത്തിന് ഫലപൂർണത കൈവരുന്നു. ഒരു എപ്പിസോഡിൽ നമ്മൾ ചുറുചുറുക്കോടെ പണിയെടുക്കുന്ന സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 31-ാം അധ്യായം 10 മുതലുള്ള 31 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ചുറുചുറുക്കോടെ ഓടി നടന്ന് പണിയെടുത്ത് അധ്വാനിക്കുന്ന ഒരു സ്ത്രീയെ ഉത്തമയായ ഭാര്യ എന്നാണ് സുവിശേഷകത്തിൽ രേഖപ്പെടുത്തുന്നത്. നല്ല നല്ല വരികളൊക്കെ നമ്മൾ ആ എപ്പിസോഡിൽ കണ്ടു. രാത്രിയിലും അവളുടെ വിളക്കണയുന്നില്ല, അവൾ നല്ല നിലം നോക്കി മേടിക്കുന്നു, അവൾ ബിസിനസ് ചെയ്യുന്നു, പരിചാരകന്മാർക്ക് നിർദ്ദേശം കൊടുക്കുന്നു, പട്ടുവസ്ത്രങ്ങൾ അവളുടെ ഭർത്താവ് അണിയുന്നു. ഇങ്ങനെ മനോഹരമായി ജീവിതത്തെ കരുപ്പിടിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് നമ്മൾ മറ്റ് എപ്പിസോഡിൽ കണ്ടിട്ടുണ്ട്. നിങ്ങൾ എപ്പിസോഡുകൾ പുറകോട്ടം നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്കതിൻ്റെ വിശദീകരണം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒരു ലേബറിനെ കുറിച്ച്, ജീവിതം മനോഹരമാക്കാനുള്ള ലേബറിനെ കുറിച്ചാണ് പറയുന്നത്.
മൂന്നാമത്തത് ക്യാപിറ്റൽ എന്ന് പറയും, മൂലധനം എന്ന് പറയും. ദാറ്റ് ഈസ് ക്രിസ്റ്റലൈസ്ഡ് ഫോം ഓഫ് ലേബറാണ്. ലേബർ അതിൽ തന്നെ അന്തർലീനമാക്കിയിരിക്കുന്നു. ഇപ്പോൾ ഒരു ബിൽഡിംഗ് ഒരു ക്യാപിറ്റലാന്ന് പറയാൻ കാരണം ഈ ബിൽഡിംഗ് ഉണ്ടാക്കാൻ ഒത്തിരി പേര് പണിയെടുത്തു. അതിൻ്റെ വരച്ച ആർക്കിടെക്റ്റ് മുതൽ, അതിൻ്റെ ചിത്രം വരച്ച ആർക്കിടെക്റ്റ് മുതൽ, അത് ഭാവന ചെയ്ത എൻജിനീയർ മുതൽ, അവിടെ പണിയെടുത്ത സ്കിൽഡ് ലേബറേഴ്സ് അല്ലേ, ഇഷ്ടിക പണി ചെയ്തവർ, സിമെൻറ്റിൻ്റെ പണി ചെയ്തവർ, തേപ്പ് ചെയ്തവർ, അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്തവർ, ഇവരെല്ലാവരും അവിടെ പണിയെടുത്തു. അതുകൊണ്ട് ആ ക്യാപിറ്റലിനെ നമ്മൾ ക്രിസ്റ്റലൈസ്ഡ് ലേബർ എന്ന് വിളിക്കുന്നത്. ക്യാപിറ്റൽ തന്നെ പലതരത്തിലുണ്ട്. മണി ഈസ് ക്യാപിറ്റൽ എന്ന് പറയും. നമ്മളിപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന പണം ഒരു മൂലധനമാണ്. അതുപോലെ തന്നെ ബിൽഡിങ്ങുകൾ, മെഷീനറികൾ മൂലധനമാണ്. ദെൻ പല മെത്തഡോളജികൾ, പല രീതിയിൽ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും അല്ലേ. നമ്മൾ പറയുക ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആൻഡ് ലേബർ ഇൻറ്റൻസീവ് എന്നൊക്കെ എക്കണോമിക്സിൽ പറയും. ചിലപ്പോൾ ചില വസ്തുക്കൾ ഒത്തിരി തൊഴിലാളികൾ വെച്ചായിരിക്കും ചെയ്യേണ്ടിയിരുന്നത്, ചിലത് ഒരു തൊഴിലാളി മതിയാകും, ഒരു മെഷീനും മതിയാകും. അതാണ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്ന് പറയും. വളരെ കുറച്ച് ലേബേഴ്സിനെ മതി, ചിലപ്പോൾ കുറച്ച് കൂടുതൽ ക്യാപിറ്റൽ വേണ്ടി വരും. ഈ പല രീതിയിലും നമ്മൾ മൂലധനം എന്ന് പറയുമ്പോൾ സമ്പത്ത് ഒരു മൂലധനമാണ്, ബിൽഡിംഗ് ഒരു മൂലധനമാണ്, നമ്മുടെ ബന്ധങ്ങൾ മൂലധനമാണ്, നമ്മുടെ ലക്ഷ്യങ്ങൾ മൂലധനമാണ്, നമ്മുടെ ജീവിത രീതി ഒരു മൂലധനമാണ്, നമ്മളെങ്ങനെ ജീവിക്കുന്നു അതിൻ്റെ മനോഹാരിത ഒരു മൂലധനമാണ്. ഇതെല്ലാം കൂടി വന്നിട്ട് ഇതിനെല്ലാം കൂടെ സമഞ്ജസമായി ചേർക്കുന്നതാണ് നാലാമത്തെ കഴിവ്. ദാറ്റ് ഈസ് ഓർഗനൈസേഷണൽ മാനേജറിയൽ എബിലിറ്റി എന്ന് പറയും. അപ്പോൾ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടന കഴിവ്, ഇത് നാലുമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു 4 എന്താ പറഞ്ഞാൽ റിസോഴ്സസ് എന്ന് പറയാം. നമ്മുടെ എപ്പിസോഡ് റിസോഴ്സ് മൊബിലൈസേഷനെ കുറിച്ചാണ് കേട്ടോ, വിഭവ സമാഹരണവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഒരു ബിസിനസ് ചെയ്യാൻ പോകുന്ന ആൾ ആദ്യം ചിന്തിക്കുന്നത് എന്തൊക്കെയാണ്? ഈ ബിസിനസ് ചെയ്യുവാനായിട്ട് എൻ്റെ ബിൽഡിംഗ്, എൻ്റെ മെഷീനറി, അവിടെ ഞാൻ എടുക്കേണ്ട തൊഴിലാളികൾ, അത് ചെയ്യേണ്ട സ്ഥലം, അതിൻ്റെ മാനേജർ, ഇതെങ്ങനെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകണം, അതിൻ്റെ ചിലവുകൾ, ഇലക്ട്രിസിറ്റി ചിലവാകാം, അസംസ്കൃത വസ്തുക്കൾ മേടിക്കുന്നതിൻ്റെ ചിലവാകാം, മാർക്കറ്റിങ്ങിൻ്റെ ചിലവാകാം, മറ്റു പല, ഇതെല്ലാം കൂടി ചേർന്ന് പോകുന്നതിനെയാണ് നമ്മൾ മനോഹരമാക്കുക എന്ന് പറയും. ഇങ്ങനെ മനോഹരമായിട്ട് പണിയെടുക്കുകയാണെങ്കിൽ സങ്കീർത്തനം നമ്മളോട് വരുന്ന 37-ാം സങ്കീർത്തനം 37, 18 മുതൽ 19 വരെ വാക്കുകൾ, ക്ഷാമകാലത്തും അവർക്ക് സമൃദ്ധി ഉണ്ടാകും. ചിലരൊക്കെ പറയുന്നത് ക്ഷാമകാലത്ത് ദുരിതം എന്നല്ലേ, പക്ഷേ സങ്കീർത്തനം പറയുന്നു 37-ാം സങ്കീർത്തനം അല്ലേ, അവർ അനർത്ഥകാലത്ത് ലജ്ജിതരാവുകയില്ല, ക്ഷാമകാലത്ത് അവർക്ക് സമൃദ്ധി ഉണ്ടാകും. എന്തൊരു ഐറണിയാണ് ചിലപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ അവർക്ക് ചുറ്റുപാടും ക്ഷാമമാണ്, പക്ഷേ ഇവർക്ക് സമൃദ്ധിയാണ്. നമ്മൾ കണ്ടിട്ടില്ലേ, ചുറ്റുപാടും പ്രശ്നങ്ങളുള്ളപ്പോഴും ചില ജീവിതങ്ങൾ, ചില കുടുംബങ്ങൾ മനോഹരമായിട്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ കാരണം ആ സങ്കീർത്തനത്തിൽ തുടക്കം മുതൽ പറയുന്നുണ്ട് കേട്ടോ. 37-ാം സങ്കീർത്തനം 3 മുതൽ, ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുക. ഹാവ് ഫെയ്ത്ത് ഇൻ ഗോഡ് ബട്ട് ഡു ഗുഡ്. കോണ്ടംപ്ലേഷൻ ആൻഡ് ആക്ഷൻ എന്ന് പറയും. കോണ്ടംപ്ലേഷൻ ആൻഡ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു വശത്ത് ദൈവാശ്രയം, പ്രാർത്ഥന, മറുവശത്ത് ആക്ഷൻ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാണെന്ന് പറയുന്നത് പോലെ. അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതനായി വസിക്കാം, കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. അപ്പം നമുക്ക് എല്ലാവർക്കും പല ആഗ്രഹങ്ങളുണ്ട് അല്ലേ. നമ്മളുടെ വ്യക്തിപരമായ സ്വപ്നങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, കുടുംബപരമായ ആഗ്രഹങ്ങളുണ്ട്, സമൂഹപരമായ ആഗ്രഹങ്ങളുണ്ട്, സഭാപരമായ ആഗ്രഹങ്ങളുണ്ട്. ഇതൊക്കെ ഉള്ളപ്പോൾ തന്നെ നമ്മൾ കർത്താവിൽ ആനന്ദിക്കുക, അപ്പോൾ എല്ലാ ആഗ്രഹവും സാധിച്ചു തരും. നിൻ്റെ ജീവിതം ദൈവത്തിന് ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. സോ ഒരു വശത്ത് ട്രസ്റ്റിനെ കുറിച്ച് കർത്താവ് പറയുമ്പോൾ, ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ട്രസ്റ്റിംഗ് ഫെയ്ത്ത് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ആശ്രയിക്കുന്ന. ഫെയ്ത്തും ട്രസ്റ്റും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. വിശ്വാസം കൂടുതൽ ആശ്രയത്തിലേക്ക് നയിക്കുന്നു നമ്മളെ. ഈ ആശ്രയിക്കുമ്പോൾ ക്ഷാമകാലത്തും അവർക്ക് സമൃദ്ധി ഉണ്ടാകും. ബൈബിളിൽ എനിക്ക് വളരെ മനോഹരമായിട്ട് തോന്നിയ ഒരു വരിയാണ്. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുക, നന്മ ചെയ്യുക, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, നമ്മുടെ പ്രവൃത്തികൾ മുന്നോട്ട് കൊണ്ടുപോകുക, അപ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു. ഇതാണ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു അല്ലേ. പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായത്തിൽ 3-ാം വാക്യം, 1 കൊറിന്തോസ് 4-ാം അധ്യായം 12, 9-ാം അധ്യായം 12-ാം വാക്യം. പൗലോസ് അപ്പോസ്തലൻ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ജീവസന്ധാരണം സാധിച്ചു.
തന്മൂലം മറ്റുള്ളവർക്ക് ഭാരമാകാതെ ജീവിച്ചതിൽ അദ്ദേഹം അഭിമാനം കൊണ്ടു. റിസോഴ്സ് മൊബിലൈസേഷൻ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ വിഭവ സമാഹരണം എന്ന് പറയുമ്പോൾ, എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ദ ക്വാളിറ്റി, ദ ഇൻഹെറൻറ്റ് സ്കിൽഡ് ലേബർ, എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ആ വിഭവത്തെ ഞാൻ ഉപയോഗിക്കുന്നു. അപ്പോസ്തലൻ കൈകൊണ്ട് അധ്വാനിച്ചു, അല്ലേ? എന്നിട്ട് എന്ത് പറ്റി? അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ എന്ന് അതുകൊണ്ട് അദ്ദേഹത്തിന് എഴുതാൻ പറ്റി. 2 തെസ്സലോനിയൻസ് 3:10, അല്ലെങ്കിൽ 1 തെസ്സലോനിയൻസ് 2 4:11. അതൊരു ക്രോസ് റെഫറൻസാണ്, നമുക്ക് റെഫർ ചെയ്തെടുക്കാവുന്നതാണ്. ദാറ്റ് മീൻസ് പൗലോസ് അപ്പോസ്തലന്, നമ്മളിപ്പോൾ സങ്കീർത്തകൻ്റെ കേട്ടു, ഉത്തമയായ ഭാര്യയുടെ കേട്ടു, പൗലോസ് അപ്പോസ്തലൻ്റെ കേട്ടു. ഇതിൽ നിന്നെല്ലാം അവരിൽ അന്തർലീനമായിരിക്കുന്ന വിഭവത്തെ അവർ കണ്ടെത്തുകയും അത് കൊടുക്കുകയും ചെയ്തു. നമ്മളിന്ന് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ ദാരിദ്ര്യമാണ്, തൊഴിലില്ലായ്മയുണ്ട്, ജോലി സ്ഥിരതയില്ല. ഒത്തിരി ആളുകൾ വിഷമിക്കുന്നു. 12ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ കുട്ടികൾ മറ്റ് രാജ്യങ്ങളിലേക്ക് ചേക്കാറാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ തൊഴിലില്ല, അല്ലെങ്കിൽ ഇവിടെ ദാരിദ്ര്യമാണ്. ഇത് ഒരു പരിധിവരെ കമ്പയർ ചെയ്യുമ്പോൾ ശരിയെന്ന് തോന്നിയാലും മൊത്തത്തിൽ നമ്മളൊന്ന് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ, വിവിധ രാജ്യങ്ങളും ഭാരതവും ഒക്കെ ആയിട്ട് വെച്ചുകൊണ്ട് ഒരു കമ്പാരിറ്റീവ് അനാലിസിസ് നടത്തുകയാണെങ്കിൽ, ചില ജോലികൾക്ക് നല്ല വർക്ക് കൾച്ചർ ഉണ്ടാകുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല വർക്ക് ബെനിഫിറ്റും ഉണ്ടാകുന്നുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഈ 12ാം ക്ലാസ് കഴിയുമ്പോൾ സ്ഥലം വിട്ട് ഓടുന്ന പല കുട്ടികളും വിദേശ രാജ്യങ്ങളിൽ ചെന്നിട്ട് അവരുടെ വിദ്യാഭ്യാസത്തിന് അനുയോജ്യമല്ലാത്ത തൊഴിൽ ചെയ്യുന്നതൊക്കെ നേരിട്ട് കാണാൻ ഒത്തിരി അവസരം കിട്ടിയ ആളാണ് ഞാൻ. പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ചിലരെയൊക്കെ കാണുമ്പോൾ ഞാൻ ആലോചിച്ചിട്ട്, നാട്ടിൽ ഇവർക്ക് ആവശ്യത്തിന് ലാൻഡുണ്ട്, ആ ഭൂമി ഉപയോഗിക്കുകയും അത്യാവശ്യം വിദ്യാഭ്യാസമുണ്ട്, അത് വെച്ചുകൊണ്ട് കിട്ടുന്ന ഒരു ചെറിയ ജോലിയും കൂടി ചെയ്യുകയാണെങ്കിൽ ഇതിലും ശാന്തമായി, ഇതിലും സുന്ദരമായി, ഇതിലും പ്രൗഢിയോടെ ഇവർക്ക് നാട്ടിൽ ജീവിക്കാം. പിന്നെ എന്തിന് ഈ ഭൂമിയും ഈ ബന്ധങ്ങളും എല്ലാം വിട്ടിട്ട് അന്യനാട്ടിലോട്ട് പോകണം? ചില പ്രത്യേക സ്കിൽഡ് ലേബറേഴ്സിനെ ഞാൻ മാറ്റി നിർത്തുന്നു, അല്ലെങ്കിൽ ഹൈലി ക്വാളിഫൈഡ് പൊസിഷൻസിനെ ഞാൻ മാറ്റി നിർത്തുന്നു. ഞാൻ കാണുന്ന ഒരു 60% സാധാരണ ആളുകൾ അവർ പണിയെടുക്കുന്ന തലങ്ങൾ, ഇടങ്ങൾ നേരിട്ട് പോയി കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർക്കിതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസേഷൻ, ഭൂമി, തൊഴിൽ ശക്തി, മൂലധനം, സംഘാത മികവ്, കഴിവ്, ഇത് 4ഉം ഇവിടെയും ലഭ്യമാണ്. ചില ജീവിതങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അവർക്ക് പരമ്പരാഗതമായിട്ട് പിതാക്കന്മാരിൽ നിന്ന് ലഭിച്ച സ്വത്ത് അവിടെയുണ്ട്. അപ്പോൾ ചിലരോട് കൃഷി ചെയ്തിട്ട് അതിന് ഫലമില്ലല്ലോ, നമ്മൾ മുതൽ മുടക്കുന്നതിന് തുല്യമായ അതൊന്നുമില്ലല്ലോ, അതുകൊണ്ട് മടുത്തിട്ടാണ് എന്നൊക്കെ എന്നൊക്കെ തിരിച്ചു മറുപടി പറഞ്ഞവരൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളൊന്ന് ഓർത്ത് നോക്കണം, കുറച്ചുകൂടി മാന്യമായ രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. പോകുന്നവരെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. തൊഴിലില്ലായ്മയും സ്ഥിര ജോലിയും ഇല്ലായ്മയും സൃഷ്ടിക്കുന്ന ദുരിതം നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. നമുക്കറിയാം, റൂത്തിൻ്റെ പുസ്തകത്തിൽ, അല്ലെങ്കിൽ ചന്തസ്ഥലത്ത് അലസരായി നിൽക്കുന്നവർ, നമ്മൾ ആ ഒരു ഉപമ ഒരു എപ്പിസോഡ് ചെയ്തതാണ്, വിരുന്നിൻ്റെ ഉപമ. അവിടെ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 16, അതിനകത്തൊരു മനോഹരമായ വരിയുണ്ട്. 11-ാം മണിക്കൂറിൽ അവൻ പുറത്തിറങ്ങിയപ്പോഴും ചന്തസ്ഥലത്ത് അലസരായി നിൽക്കുന്നവരെ അവൻ കണ്ടു. അവരോട് അവൻ പറഞ്ഞു, നിങ്ങളും പണിസ്ഥലത്തോട്ട് പോകുകയും മുന്തിരിത്തോട്ടത്തിലേക്ക്. 9-ാം മണിക്കൂറിലും 6-ാം മണിക്കൂറിലും 11-ാം മണിക്കൂറിലുമൊക്കെ പണിയെടുക്കാൻ സന്നദ്ധരായ മനുഷ്യരെയാണ് ദൈവം നോക്കുന്നത്. അപ്പം നമ്മുടെ ദാരിദ്ര്യം, തൊഴിലില്ലായ്മ അല്ലെങ്കിൽ അവസ്ഥകൾക്ക്, അത് അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാണ്. പക്ഷേ അത് മാറ്റുവാൻ, വികസനം എന്ന ദൈവവിളിയെ മനസ്സിലാക്കാൻ, ദ ഡെവലപ്മെൻറ്റ് ഈസ് എ കോൾ. ജോൺ പോൾ അഡാംനോർബോയുടെ വാക്കുകളാണ്. ഡെവലപ്മെൻറ്റ് ഈസ് എ കോൾ. വികസനം എന്ന ദൈവവിളിയിലേക്ക് നമ്മളും കൂടി കടന്നു വരുവാനായിട്ട് നമ്മുടെ ജീവിതത്തിലെ ഈ വിഭവങ്ങൾ, ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസേഷൻ, ഈ വിഭവങ്ങളെ മനോഹരമായി പരിപാലിക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. മനോഹരമായി നമ്മൾ പരിപാലിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ എന്താ സംഭവിക്കണമെന്നറിയാമോ? എല്ലാ രാജ്യത്തും ദുരിതത്തിൻ്റെ യാഥാർത്ഥ്യമുഖങ്ങളുണ്ട്. ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും തൊഴിലില്ലായ്മയുടെയും വിവിധ തലങ്ങൾ എല്ലാ രാജ്യത്തുമുണ്ട്.
ചില വികസിത രാജ്യങ്ങളിൽ ഞാൻ വളരെ യൂറോപ്പിലെ ഒരു വികസിത രാജ്യത്തിൽ വലിച്ചെറിയപ്പെട്ട് ഇടുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ പെറുക്കിക്കൊണ്ട് പോകുന്നവരെ, അത്രയും ദാരിദ്ര്യവും പട്ടിണിയുമുള്ളവരെയും ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ആപേക്ഷികമാണ് കേട്ടോ. ഒരു രാജ്യം അണ്ടർ ഡെവലപ്ഡ്, മറ്റു രാജ്യം ഡെവലപ്ഡ്, മറ്റേ ഡെവലപ്പ്. ഇന്ന് എക്കണോമിക്സിൽ നമ്മൾ 2 തരത്തിലാണ് രാജ്യങ്ങളെ തിരിച്ചിരിക്കുന്നത്: ഡെവലപ്ഡ് കൺട്രീസ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ്. വികസിത രാജ്യങ്ങളും വികസിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളും. ദർ ഇസ് നോ അണ്ടർ ഡെവലപ്ഡ് കൺട്രി. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയിൽ എല്ലാ രാജ്യങ്ങളിലും ഉണ്ടെന്നുള്ളൊരവസ്ഥ മനസ്സിലാക്കുക. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഈ പറഞ്ഞ ഒരു ക്രമീകൃതമായ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ്. ഇവിടെയാണ് റിസോഴ്സ് മൊബിലൈസേഷനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ എന്തൊക്കെ വിഭവങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് നമ്മൾ കണ്ടെത്തുക. മെറ്റീരിയൽ പവർ ആൻഡ് ഹ്യൂമൻ പവർ എന്ന് 2 തരത്തിലാണ് റിസോഴ്സിനെ വിഭജിക്കുന്നത്. ഒന്ന്, വ്യക്തിപരമായൊരു വ്യക്തിയിൽ അന്തർലീനമായി കിടക്കുന്ന കഴിവുകളുടെ സാധ്യതകൾ. 2, ഭൗതിക സമ്പത്ത്. അതാണ് ഈ ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസേഷനിൽ ലേബറിനെ നമ്മൾ ഹ്യൂമൻ റിസോഴ്സായിട്ട് കാണുന്നു, മറ്റ് 3നെയും നമ്മൾ മെറ്റീരിയൽ റിസോഴ്സായിട്ട് കാണും. ഈ മെറ്റീരിയൽ റിസോഴ്സുകളിൽ തന്നെ നമുക്ക് വീണ്ടും തരംതിരിക്കാൻ പറ്റുന്ന റിസോഴ്സുകളാണ്. ഒന്ന്, പണത്താൽ തന്നെ അധ്വാനിക്കപ്പെടുന്നതാണ്. മണി ഈസ് വാട്ട് മണി ഡസ് എന്ന് പറയും. പണം എന്ത് ചെയ്യുന്നു അതാണ് പണം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രവൃത്തിയെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു പക്ഷേ ഇച്ചിരി സാമ്പത്തിക ശാസ്ത്രത്തിൽ കട്ടിയായിട്ട് തോന്നുന്നുണ്ട്. മറ്റൊരു നമുക്ക് ലഭ്യമായൊരു റിസോഴ്സാണ് മാർക്കറ്റ് എന്ന് പറയും. മാർക്കറ്റ്, വിപണി എന്ന് മലയാളത്തിൽ വാക്ക് പറയുന്നു. വിപണി, സാധാരണ കൊളക്കൽ ഭാഷയിൽ ചന്ത എന്നൊക്കെ പറയും അല്ലേ, വിപണി. ഈ വിപണിയെ മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളത് നല്ലൊരു സംഘാടകനെ അല്ലെങ്കിൽ നല്ലൊരു ഓർഗനൈസറിൻ്റെ കഴിവാണ്. വിപണിയെ മനസ്സിലാക്കുക. തമാശ പറയുന്നത് പോലെ തന്നെ പുതുതായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഒരു ഷൂസിന് വിപണി കണ്ടെത്താൻ സാധിക്കുമോ എന്നറിയാൻ വേണ്ടി ഒരു രാജ്യത്തേക്ക് പോയ 2 പേരെ അയച്ചു. ഒരാൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അവിടെ ആരും ഷൂസ് ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് നമ്മൾ ഷൂസ് ഉണ്ടാക്കി അവിടെ കൊണ്ടുപോയിട്ടൊരു കാര്യവുമില്ല. രണ്ടാമത്തെ ആൾ വന്നു പറഞ്ഞു, അവിടെ ആരും ഷൂസ് ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് നമ്മുടെ ഷൂസിനോട് മാർക്കറ്റുണ്ട്. 2 അപ്രോച്ചാണ്. ഈ ഉദാഹരണം നമ്മളൊരു എപ്പിസോഡിൽ വിശദമായിട്ട് വിശദീകരിച്ചാണ്. അത് മാർക്കറ്റിനെ കുറിച്ചുള്ള എപ്പിസോഡായിരുന്നു. ഇവിടെ നമ്മൾ വിഭവങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അപ്പം നമ്മൾ വിഭവങ്ങൾ ഉപയോഗിച്ച് മറ്റൊരു വസ്തു ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ നോക്കുകയാണ്. മാർക്കറ്റിൽ പെട്ടെന്ന് വസ്തുക്കൾ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കും. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തു ഔട്ട്ഡേറ്റഡ് ആകും 2 ദിവസം കഴിയുമ്പോൾ. ആ രീതിയിൽ മാർക്കറ്റ് വളരുകയാണ്. അതുകൊണ്ട് മാർക്കറ്റിൻ്റെ ട്രെൻഡ് അനാലിസിസ് എന്നൊക്കെ പറയും. മാർക്കറ്റിൻ്റെ ട്രെൻഡുകൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. വസ്തുക്കളെ മനുഷ്യൻ സ്നേഹിക്കുക തുടങ്ങിയിരിക്കുകയാണ്. വ്യക്തികളെയാണ് സ്നേഹിക്കേണ്ടത്, വസ്തുക്കളെ അല്ല നമ്മൾ സ്നേഹിക്കേണ്ടത്. വസ്തുക്കളെ ഉപയോഗിക്കുകയും വ്യക്തികളെ സ്നേഹിക്കുകയും ചെയ്യണം. പക്ഷേ സാധാരണ തിരിച്ചാണ് സംഭവിക്കുന്നത്. വ്യക്തികളെ ഉപയോഗിക്കുകയും വസ്തുക്കളെ സ്നേഹിക്കുകയും ചെയ്യും. ഇതാണ് നമ്മുടെ ട്രാജഡി. അപ്പോൾ ഈ ട്രാജഡി ഉള്ളതുകൊണ്ടാണ് മാർക്കറ്റിൽ ചില വസ്തുക്കൾ പെട്ടെന്ന് ഔട്ട്ഡേറ്റഡ് ആകുന്നതും ചിലത് കടന്നു വരുന്നതും ചിലത് പോകുന്നു. ചിലപ്പോൾ ചില സോഷ്യൽ മീഡിയകൾ അല്ലെങ്കിൽ സിനിമ പോലുള്ള മാധ്യമങ്ങൾ മാർക്കറ്റ് ട്രെൻഡുകൾ സൃഷ്ടിക്കുന്ന ട്രെൻഡുകൾ ബിസിനസ്സിൻ്റെ ആവശ്യമാണ്. കാരണം അങ്ങനെ മാറി മറിയുന്ന ട്രെൻഡുകളാണ് ഉൽപ്പാദനത്തെ ഊർജ്ജസ്വലമാക്കുന്നത്. ഉൽപ്പാദനം ഉണ്ടെങ്കിലേ നമുക്കിവിടെ തൊഴിലുണ്ടാവുകയുള്ളൂ അല്ലേ. ഉൽപ്പാദനമില്ലെങ്കിൽ തൊഴിലില്ലല്ലോ. അപ്പോൾ തൊഴിൽ കിട്ടണമെങ്കിൽ ഉൽപ്പാദനം വേണം. ഉൽപ്പാദനം നടക്കണമെങ്കിൽ മാർക്കറ്റ് സജീവമാകണം. അപ്പോൾ ഇതെല്ലാം സാമ്പത്തിക സൂചികകളുടെ ഒരു സമ്മിശ്രിതമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എൻ്റെ റിസോഴ്സ് എവിടെയാണ് മാർക്കറ്റ് ചെയ്യപ്പെടേണ്ടത്. എൻ്റെ കഴിവ്, എനിക്ക് കമ്പ്യൂട്ടറിൽ സോഫ്റ്റ്വെയർ അറിയാം അല്ലെങ്കിൽ ഹാർഡ്വെയർ അറിയാം. എൻ്റെ ഈ ഒരു റിസോഴ്സ് ഏത് തരത്തിലാണ് അതിന് വിപണി കണ്ടെത്തേണ്ടത്? ഞാൻ സ്വന്തമായൊരു ജോലി ചെയ്യുകയാണോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞാൻ മറ്റൊരാളുടെ ഒരു ഓഫീസിൽ പോയി മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യണോ വേണ്ടത്? എൻ്റെ റിസോഴ്സ് എവിടെയാണ് ഞാൻ സ്ഥാപിക്കുന്നത്? ദിസ് ഇസ് സംഘാടനം എന്ന് പറയുന്നത്. ഇത് മാർക്കറ്റ് കണ്ടെത്തലാണ്. അപ്പോൾ ചില ആളുകൾ അവരുടെ കഴിവുകൾ, സാധ്യതകൾ എപ്രകാരം ഉപയോഗിക്കപ്പെടണമെന്ന് മനോഹരമായി കണ്ടെത്തുന്നു. ചില വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരോട് അടുത്ത് പറഞ്ഞ് സംസാരിച്ച് കഴിയുമ്പോൾ എനിക്കറിയാം അവർക്ക് ഒത്തിരി കഴിവുണ്ട്, അറിവുണ്ട്, പക്ഷെ ഒരിടത്തും അത് ഉപയോഗിക്കുന്നില്ല. പല കഴിവുകളുണ്ട്, പല അറിവുകളുണ്ട്. അവർ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. വേണമെന്നുള്ളവർ വീട്ടിൽ വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോട്ടെ എന്നുള്ള മട്ടിൽ. ആർക്കറിയാം
ഈ വ്യക്തിക്ക് ഇത്ര അറിവുണ്ടെന്നും ഈ വ്യക്തിക്ക് കഴിവുണ്ടെന്നും ആർക്കും അറിയത്തില്ല. അവിടെയാണ് സംലംഭ്യത, അവൈലബിലിറ്റി എന്ന് പറയുന്നൊരു സാധനം വരുന്നത്. സംലംഭ്യത. ഐ ഹാവ് ദിസ് പൊട്ടൻഷ്യാലിറ്റീസ് വിത്തിൻ മീ, ഐ ആം റെഡി ടു സെർവ് യു. എനിക്ക് ഇന്ന കഴിവുണ്ട്, സാധ്യതയുണ്ട്, ഞാൻ നിങ്ങൾക്ക് എൻ്റെ സേവനം ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഉപയോഗിക്കാം എന്ന അവസ്ഥ അവരിൽ സൃഷ്ടിച്ച് മനസ്സിലാക്കി കൊടുക്കാനുള്ളൊരു കഴിവും കൂടി നമുക്ക് വേണം. അതിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്നൊക്കെ പല പല വാക്കുകൾ നമുക്ക് കേൾക്കാം. മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ അതിന് വിപണി കണ്ടെത്തുന്നു, ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അതിനുള്ള സംഘാടന മികവിലേക്ക് നമ്മൾ പോകുന്നു. അങ്ങനെ നമുക്ക് ദൈവം തന്ന കഴിവ്, സാധ്യതകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ വായിച്ചതുപോലെ, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിച്ചതുപോലെ തന്നെ ദൈവം നമ്മളെ ഫലമേൽപ്പിച്ച അധ്വാനത്തിൻ്റെ മനോഹാരിതയിലേക്ക് നമ്മൾ വളരുന്നു. അത് വരുമ്പോഴത്തേക്കും സങ്കീർത്തനങ്ങളിലൂടെ നമ്മളിപ്പോൾ കേട്ടതുപോലെ ക്ഷാമകാലത്തും അവർക്ക് സമൃദ്ധി ഉണ്ടാകും. സമൃദ്ധി എന്ന വാക്ക് അല്ലെങ്കിൽ റിച്ച്നെസ് എന്നുള്ള വാക്കൊക്കെ ആപേക്ഷികമാണ് കേട്ടോ. എന്താണ് ഒരുവനെ റിച്ചാക്കുന്നത് എന്നുള്ളത് ആ വ്യക്തിയുടെ ജീവിതത്തിലെ മുൻഗണനകളനുസരിച്ചാണ്. കുറേ പണം ഉണ്ടാക്കുന്നതല്ല, ആ പണത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. കുറേ ബന്ധങ്ങളെ എങ്ങനെ പരിപാലിക്കുന്നു എന്നുള്ളതാണ്. തലമുറകൾക്ക് എങ്ങനെ വഴികാട്ടിയാകുന്നു എന്നുള്ളതാണ്. അതിലാണ് ആ സമൃദ്ധിയും റിച്ച്നെസ്സും ഇരിക്കുന്നത്. അതുകൊണ്ട് സങ്കീർത്തകനോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു. ഐ ട്രസ്റ്റ് ഇൻ യു ലോർഡ്. എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ.